പുറത്തു പോകുന്ന MBBS പഠിക്കാൻ കുട്ടികളുടെ എണ്ണം കുറഞ്ഞതാണ്. ഈ FMG ടൈറ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയുടെ കുറഞ്ഞതായിട്ട് ഇല്ല പറയുന്നില്ല. കോവിഡിൻ്റെ സമയത്ത് പെട്ടെന്ന് ഡ്രമാറ്റിക്കായിട്ട് കുറഞ്ഞെങ്കിലും അത് വീണ്ടും കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, സൂക്ഷിക്കണം. കോവിഡ് സമയത്ത് വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടായി. അതായത് കോവിഡ് സമയത്ത് കോവിഡ് വന്നപ്പോൾ ആ കുട്ടികളെല്ലാം കൂട്ടത്തോടെ ഇങ്ങോട്ട് വന്നു. കൂട്ടത്തോടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതായി. അപ്പോൾ ചില രാജ്യങ്ങളിൽ നിന്ന് അവർ ഓൺലൈൻ കോഴ്സ് നടത്തി. അത് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. ഓൺലൈനായിട്ടുള്ള കോഴ്സ്, ഓൺലൈനായിട്ട് പരീക്ഷയും നടത്തി. അപ്പോൾ അതിനുശേഷം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു വളരെ റിലാക്സ്ഡ് നിലപാടെടുത്തു. കാരണം ഇത്രയും കുട്ടികൾ അവിടുത്തെ പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ FMG പരീക്ഷയും കൂടെ പാസ്സായിട്ട് 2 വർഷം ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. സാധാരണ കുട്ടികൾ 1 വർഷം ചെയ്യണം. ഈ കുട്ടികൾ 2 വർഷം ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വൺ ടൈം എക്സംഷനായിട്ട് കോവിഡ് ബാധിച്ച സ്ഥലത്തു നിന്ന് വന്ന ആളുകൾക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉക്രൈൻ യുദ്ധസമയത്ത് വന്ന കുട്ടികൾക്കും ഇങ്ങനൊരു വൺ ടൈം, അത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഞാനൊക്കെ മെമ്പറായിരുന്ന കാലത്ത് ചെയ്ത ഒരു ഇതാണ്. കാരണം ആ കുട്ടികൾ അവിടെ 3 വർഷം പഠിച്ചു, പിന്നെ 1 വർഷം അവർ ഓൺലൈനായിട്ടും പഠിച്ചു, എന്നിട്ട് അവർ പരീക്ഷ എഴുതി, അതിനെ അംഗീകരിച്ചില്ല. അതൊരു എക്സ്ട്രീം സിറ്റുവേഷനിൽ. പക്ഷേ ഈ FMG പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ ഇല്ല, ഒന്നും കിട്ടില്ല. ഇല്ല നമ്മൾ അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എഴുതുന്ന പരീക്ഷയാണിത്. 25 ലക്ഷം പേരാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കുറ്റം കാണിക്കും. പക്ഷേ രണ്ടാമത് നടത്തിയപ്പോഴത്തേക്ക് വളരെ കുറ്റമറ്റ രീതിയിലാണ് നടത്തിയിട്ടുള്ളത്. ആൻസർ പേപ്പർ ഇന്ത്യൻ ആർമിയെ ഉപയോഗിച്ചിട്ടും മറ്റുമൊക്കെ ആണ് വിതരണം ചെയ്തത്. അപ്പം ഈ നീറ്റ് പരീക്ഷയിൽ 50th പെർസെൻറ്റൈലാണ് എലിജിബിലിറ്റി. 50th പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ 24 ലക്ഷം പേര് എഴുതിയതിൽ 12 ലക്ഷം പേര് ക്വാളിഫൈഡാണ്. അങ്ങനെയാണ് ഈ 50th പെർസെൻറ്റൈൽ കണക്കാക്കുന്നത്. അപ്പോൾ നേരെ നടുക്ക് വരുന്ന കുട്ടിയുടെ മാർക്കാണ് കട്ട് ഓഫ് മാർക്ക്. അതിപ്പോൾ ഇന്ന് രാവിലെ അറിഞ്ഞത് 212 750 തോന്നുന്നു ടോട്ടൽ മാർക്ക്. അതിൽ 212 കിട്ടിയ ആ കുട്ടി എലിജിബിളാണ്. ആ കുട്ടിക്ക് മാത്രമേ ഇന്ത്യയിലോ വിദേശത്തോ ഈ MBBS ചെയ്യാൻ പറ്റുകയുള്ളൂ. മുമ്പായിരുന്നെങ്കിൽ വിദേശത്ത് ആർക്കെങ്കിലും MBBS ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ അവർ 50% മാർക്കിന് ശേഷം ഈ മെഡിക്കൽ കൗൺസിലിന് അപേക്ഷിക്കണം. അപ്പോൾ അവർ പറയും എലിജിബിലിറ്റിയാണെന്ന്. അപ്പോൾ അതൊരുപാട് സമയം എടുക്കും, അതിൽ വേറെ കറപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ സുതാര്യമാക്കിയിട്ടുണ്ട്. നീറ്റ് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ, നിങ്ങൾക്ക് വെളിയിൽ പോകാം, എന്നിട്ട് അവിടെ നിന്ന് പഠിക്കാം, എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഈ FMG പരീക്ഷ പാസ്സാവാം. പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ 1 വർഷം അവസരൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. മിടുക്കന്മാരായ കുട്ടികൾക്ക് അത് കുഴപ്പമില്ലാത്ത പ്രശ്നമാണ്. പക്ഷേ അത് എല്ലാവർക്കും പറ്റുമോ എന്നുള്ളതും അതിനകത്ത് വലിയ സാമ്പത്തിക റിസ്ക് ഉണ്ടെന്നുള്ളതുമാണ്. ഇത്രയും പൈസ കൊടുത്തിട്ട് അവരോട് ഇപ്പോൾ 1-2 കുട്ടികൾ നമുക്ക് അപേക്ഷ തന്നു, എനിക്ക് ഡോക്ടറൊന്നും ആവേണ്ട, ഒരു ഡിഗ്രി തരാമോ, ഞാൻ എന്നിട്ട് ടീച്ചർ ജോലിക്ക് എന്തെങ്കിലും അപേക്ഷിക്കട്ടെ, അല്ലെങ്കിൽ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൽ LLBക്ക് ചേരാൻ അനുവദിക്കുമോ. സങ്കടകരമാണ്. സത്യം പറഞ്ഞാൽ അവന് 7-8 വർഷം MBBS പഠിച്ചു, FMG പരീക്ഷ പാസ്സാകാൻ പറ്റിയിട്ടില്ല. 5-6 പ്രാവശ്യം എഴുതി. 5-6 പ്രാവശ്യം എഴുതിയിട്ടും FMG പരീക്ഷ പാസ്സാകാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം അയാൾക്കൊന്നുമില്ല. അയാളുടെ കയ്യിലാകെ ആ +2 മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ വെരി ട്രാജിക് സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് പാരൻസ് ഒന്ന് കരുതൽ എടുക്കണം. ഈ പരസ്യം കേട്ട് ചാടി വീഴരുത്, അത്രയേ ഉള്ളൂ. ഞാൻ ആരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടില്ലല്ലോ. അല്ല, അതായത് 2 ചിന്തകൾ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ അധികമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ അധികമായിട്ടും. ഏതാ? അല്ല, അവിടെ സിൻഡിക്കേറ്റ് കൂടാൻ അനുവദിക്കില്ലായിരുന്നു, മനസ്സിലായില്ല. അപ്പോൾ 2-3 മാസം സിൻഡിക്കേറ്റ് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കേണ്ടി വന്നു. അതിനുശേഷം ഈ സിൻഡിക്കേറ്റിൻ്റെ സ്വഭാവം മാറിയപ്പോൾ 4 ദിവസം തുടരെ സിൻഡിക്കേറ്റ് കൂടി
എല്ലാ അജണ്ടകളും ചർച്ച ചെയ്തിട്ട് ഓരോ അജണ്ടയും ചർച്ച ചെയ്ത് കേരളയുടെ കാര്യം പറയുന്നത് ഇരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ കേരളയിൽ ഇവിടെ കൃത്യമായിട്ട് ഏതാ കുറച്ചുപേരെ ഒഴിവാക്കി അവർ പ്രശ്നക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ള ആളുകൾ ഓരോ വിഷയം ചർച്ച ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് ദർ ഈസ് നത്തിങ് പേഴ്സണൽ, നത്തിങ് പൊളിറ്റിക്കൽ, ഇറ്റ്സ് എൻ അക്കാഡമിക് ഇഷ്യൂ. ഇപ്പോൾ ഒരു കുട്ടി ഏത് കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ സിലബസ് എന്താണ്, അത്തരം അക്കാഡമിക് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സ്ഥലമാണ്. അവിടെ വാസ്തവത്തിൽ ഇങ്ങനൊരു തർക്കത്തിന് ആവശ്യമില്ല. അല്ലെങ്കിൽ പുതിയൊരു കോളേജ് തുടങ്ങുന്നു, അപ്പോൾ ആ കോളേജ് തുടങ്ങുമ്പോൾ അതിന് കൃത്യമായ ഇൻസ്പെക്ഷൻ നടത്തി കൊടുക്കണം. അപ്പോൾ ഇൻസ്പെക്ഷൻ പോകുന്ന ആളുകളെക്കുറിച്ചൊക്കെ ആരോപണം വരുമ്പോൾ അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ പോയി ഇൻസ്പെക്ഷൻ നടത്തിയ എല്ലാ കോളേജുകളുടെയും അംഗീകാരം തടഞ്ഞു വെച്ചിരിക്കുക അവിടെ. ഇപ്പോൾ ഇനി പുതിയ ടീം ഇൻസ്പെക്ഷൻ നടത്തും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ ഏറ്റവും അധികം ആരോപണം സംഖ്യയാണെന്നാണ്, അതായത് RSSന്റെ നോമിനിയാണെന്ന്. ഈ സർക്കാരിന് അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അതിപ്പോൾ അവരോട് ചോദിച്ചല്ലേ പറ്റുള്ളൂ. അത് അവർക്കല്ലേ അറിയുള്ളൂ. അത് ഞാൻ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ മാത്രമാണ്. ഞാൻ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ മാത്രമാണ്. വേണമെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം, ഞാനൊരു റേഡിയോളജിസ്റ്റ് കൂടിയാണ്, അതും കൂടെ ആഡ് ചെയ്യാം. അല്ല, അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ 4 ദിവസം തുടരെ ആരെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആരും കൂടിയിട്ടില്ല. സർക്കാർ മന്ത്രി പറഞ്ഞിട്ടുള്ളത് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് ഇടപെടുകയില്ല എന്നാണ് മന്ത്രി നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് കുട്ടികൾക്ക് ഗുണകരമായ അക്കാഡമിക് ആയിട്ടുള്ള കാര്യം നടത്തണം, അതിൽ ഗവൺമെൻറ് യാതൊരു കാരണവശാലും ഇടപെടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ പറയുമ്പം മനസ്സിലാക്കാമല്ലോ. അല്ല, അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞ് റെക്കോർഡ് ചെയ്യണ്ടല്ലോ.